വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ കോൺക്രീറ്റ് ടെക്നോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിലായി നമ്മൾ സ്റ്റോറേജ് ഓഫ് സിമെൻറ്റ് പഠിച്ചു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് സിമെൻ്റ് ആണ്. അതായത് സിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമൺലി പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് നമ്മൾ സിമെൻറ്റിൽ കോമൺലി ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫീൽഡ് ടെസ്റ്റും ദെൻ ലബോറട്ടറി ടെസ്റ്റും. ഫീൽഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റുകളും പിന്നെ ലബോറട്ടറിയിൽ ചെയ്യുന്ന ടെസ്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. First of all, open the bag and take a good look at cement. It should be free from lumps or free of lumps and the color of cement should be greenish grey. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വിസിബിൾ ആയിക്കൊണ്ട് തന്നെ, അതായത് നെയ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു സിമെൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ആ സിമെൻറ്റ് നല്ലതാണോ എന്ന് പറയാൻ പറ്റണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റ് ബാഗ് ഓപ്പൺ ചെയ്ത് ആ ബാഗ് ഓഫ് സിമെൻറ്റ് നോക്കുക. ജസ്റ്റ് നല്ലോണം നോക്കുമ്പോൾ അതെന്തായിരിക്കണം? ഫ്രീ ഫ്രം ലംസ് ആയിരിക്കണം. അതായത് ലംസ് ഒന്നും ഇല്ലാതെ എല്ലാം ഫൈനലി ഗ്രേഡഡ് പൗഡർ ആയിരിക്കണം. അതുപോലെ തന്നെ കളർ ഓഫ് ദി സിമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രീനിഷ് ഗ്രേ കളർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ സിമെൻറ്റ് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ദെൻ thrust hand into the cement bag and it should give cool feeling. There should not be any lumps inside. അതായത് പിന്നെ നമ്മൾ ഈ സിമെൻറ്റ് ബാഗിനുള്ളിലേക്ക് നമ്മുടെ ഒരു കൈ ഇട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ കൈ ഇടുന്ന സമയത്ത് നമുക്കൊരു തണുത്ത ഫീലിംഗ് ആയിരിക്കണം കിട്ടേണ്ടത്. അതുകൂടാതെ അതെന്തായിരിക്കണം? ഫ്രീ ഫ്രം ലംസും ആയിരിക്കണം. അതിനകത്തും ഒരു തരത്തിലുള്ള ലംസും ഉണ്ടാവാൻ പാടില്ല. ദെൻ ടേക്ക് എ പിഞ്ച് ഓഫ് സിമെൻറ്റ് ആൻഡ് ഫീൽ ഓർ റബ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. ഇറ്റ് ഷുഡ് ബി സ്മൂത്ത്. അതായത് ഒരു പിഞ്ച് ഓഫ് ഒരു നുള്ളു സിമെൻറ്റ് നമ്മൾ ആ ബാഗിൽ നിന്ന് എടുത്ത് നമ്മുടെ 2 വിരലിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതിൽ ഒരു തരത്തിലുള്ള തരികളും ഫീൽ ചെയ്യാൻ പാടില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. അതായത് ഫൈനലി ഗ്രേഡഡ് ആയിരിക്കണം സിമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും. ഒരു തരത്തിലുള്ള ലംസും തരിയും ഒന്നും അതിലുണ്ടാവാൻ പാടില്ല. ദെൻ ടേക്ക് എ ഹാൻഡ് ഫുൾ ഓഫ് cement and throw it on a bucket full of water. The particles should float for some time before they sink. അതായത് നമ്മളൊരു ബക്കറ്റിൽ ഫുൾ ഓഫ് വാട്ടർ എടുക്കുക, എന്നിട്ട് ഒരു കയ്യിൽ നിറയെ സിമെൻറ്റ് എടുത്ത് അതിലേക്ക് നമ്മൾ ജസ്റ്റ് ത്രോ ചെയ്യുക. അങ്ങനെ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് ആ സിമെൻറ്റ് എന്ത് ചെയ്യണം? അത് സിങ്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ഫ്ലോട്ട് ചെയ്തിട്ട് മാത്രമേ അത് അതിലോട്ട് മുങ്ങിപ്പോകാൻ പാടൂ. ഒരിക്കലും നമ്മൾ എറിഞ്ഞ സമയത്ത് തന്നെ അത് സിങ്ക് ചെയ്ത് പോകാൻ പാടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല സിമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വളരെ വീക്കായിരിക്കും. Then take about 100 grams of cement and add small amount of water into it. അതായത് നമ്മൾ ഒരു 100 grams of cement എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് amount of water ആഡ് ചെയ്യുക. മേക്ക് എ കേക്ക് ഓഫ് സിമെൻറ്റ് വിത്ത് ഷാർപ്പ് എഡ്ജസ്. അത് നമ്മൾ ഒരു കേക്ക് ഓഫ് സിമെൻറ്റ് പേസ്റ്റ് കൊണ്ട് ഒരു കേക്ക് പോലെ നമ്മൾ ഉണ്ടാക്കുക. ഒരു ബോക്സോ റൗണ്ട് ഷേപ്പിലൊക്കെ ഷാർപ്പ് എഡ്ജസ് ഉള്ള ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കുക. പ്ലേസ് ഇറ്റ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ബ്രിങ് ഇറ്റ് done to bottom of water in bucket. After 24 hours the cake should be retaining its original shape and should also set and attain some strength. അതായത് നമ്മളിങ്ങനെ ഷാർപ്പ് എഡ്ജസ് ഉള്ള സിമെൻറ്റ് കേക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ ഫുൾ ഓഫ് വാട്ടർ എടുത്തിട്ട് അത് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഈ കേക്ക് വെച്ചിട്ട് അത് ബക്കറ്റിൻ്റെ ബോട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുക. അങ്ങനെ നമ്മൾ കൊണ്ടുവച്ചിട്ട് 24 മണിക്കൂറിന് ശേഷം എന്താകണം? ഈ സിമെൻറ്റ് കേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് റിട്ടേൺ ചെയ്ത് വരികയും വേണം. കൂടാതെ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്ത് അറ്റൈൻ ചെയ്തു ഇരിക്കണം. എങ്കിലാണത് നല്ല സിമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലബോറട്ടറി ടെസ്റ്റുകളാണ്. അതിൽ ഫസ്റ്റ് വന്നെന്ന് വെച്ചാൽ ഫൈനസ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈനസ് ഓഫ് സിമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി സിൻസ് ഇറ്റ് എഫക്ട് ദ സ്ട്രെങ്ത് ഓഫ് ദി സിമെൻറ്റ്. ഫൈനസ് ഓഫ് ദി സിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹയർ ദ ഫൈനസ് മോർ വിൽ ബി ദ സർഫസ് ഏരിയ. അതായത് ഫൈനസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും. സോ ഹയർ ദ ഫൈനസ് മോർ വിൽ ബി ദ സർഫസ് ഏരിയ ഫോർ ഹൈഡ്രേഷൻ ആൻഡ് ഹെൻസ് ഫാസ്റ്റർ ദ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫൈനസ് വളരെ കൂടുതലാണെങ്കിൽ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ സർഫസ് ഏരിയ ഫോർ ഹൈഡ്രേഷനും കൂടുതലായിട്ടായിരിക്കും അവിടെ നടക്കുക. അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹയർ ഫൈനസ് ആയിരിക്കണം. ദെൻ ഫൈനസ് ഈസ് ടെസ്റ്റഡ് ഇൻ
two ways. Fineness commonly രണ്ട് വേസിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സീവ് അനാലിസിസ് ആണ്. Then the second method is by determination of specific surface area by air permeability apparatus. രണ്ടാമതെന്ന് വെച്ചാൽ എയർ പെർമെബിലിറ്റി അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റായ സീവ് അനാലിസിസ് നോക്കാം. Take 100 grams of cement and sieve it through IS standard sieve number 9 or 90 micron by giving circular and vertical motion for a period of 15 minutes. അപ്പോൾ സീവ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 grams ഓഫ് സിമെൻറ്റ് എടുക്കുക. എന്നിട്ട് IS സീവ് നമ്പർ 9 ഓർ 90 മൈക്രോൺ മെഷറില്ല സീവിൽ നമ്മളിത് പ്ലേസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ട് സർക്കുലർ ആൻഡ് വെർട്ടിക്കൽ മോഷനിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ സീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ബോട്ടത്തിലായിട്ട് ഒരുപാട് സീവ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിലായിട്ട് നമുക്ക് റെസിഡ്യൂ കളക്ട് ചെയ്യാനുള്ള ഒരു പാൻ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഒരുപാട് റെസിഡ്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന റെസിഡ്യൂ എന്ന് പറയുന്നത് ദ വെയിറ്റ് ഓഫ് റെസിഡ്യൂ ലെഫ്റ്റ് ഓൺ സീവ് ഷുഡ് ബി ലെസ് ദാൻ 10%. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 10% കുറവായാൽ മാത്രമേ അത് ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് ആയിരിക്കുള്ളൂ. എയർ പെർമെബിലിറ്റി മെത്തേഡ്. Here, specific surface area of cement is measured, which is an indirect measure of fineness. അതായത് എയർ പെർമെബിലിറ്റി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് ദി സിമെൻ്റ് ആണ് മെഷർ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെഷർ ഓഫ് ഫൈനസ് ആണ്. ദെൻ സ്പെസിഫിക് സർഫസ് ഏരിയ ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ മെഷേർഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സിമെൻറ്റ്. അപ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സിമെൻറ്റിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ സ്പെസിഫിക് സർഫസ് ഏരിയ ആയിട്ട് എടുക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് മെഷേർഡ് യൂഷ്വലി ബൈ ബ്ലെയിൻസ് പെർമിബിലിറ്റി അപ്പാരറ്റസ്. ദെൻ സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് OPC ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 225 meter square per kg. Then the principle is based on relation between the flow of air through the cement bed and surface area of the particle comprising the cement bed. അതായത് ഈ എയർ പെർമെബിലിറ്റി മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു സിമെൻറ്റ് ബെഡിലൂടെ പാസ് ചെയ്യുന്ന എയറിൻ്റെ ഫ്ലോയുടെയും അതുപോലെ തന്നെ ആ ബെഡിൽ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ സർഫസ് ഏരിയയും തമ്മിലുള്ള ഒരു റിലേഷനാണ് അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ എയർ പെർമെബിലിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫൈനസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Then from this, surface area per unit weight of the particle contained in cement bed can be calculated. അതായത് ഇതിൽ നിന്ന് നമുക്ക് സർഫസ് ഏരിയ പെർ യൂണിറ്റ് വെയിറ്റിലുള്ള സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Then porosity of bed is fixed to 0.475. The porosity of the bed എന്ന് പറയുന്നത് 0.475 ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. The weight required for making this porosity is calculated and cement bed is prepared and placed in the apparatus. അതുപോലെ തന്നെ ഈ porosity ഉണ്ടാവാൻ വേണ്ട വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിമെൻറ്റ് ബെഡ് ഉണ്ടാക്കിയിട്ട് ഈ അപ്പാരറ്റസിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എയർ പെർമെബിലിറ്റി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. Then air is made to flow through the bed. ഈ ബെഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും? porosity 0.475 ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ porosity ആക്കാൻ വേണ്ട വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ സിമെൻറ്റ് ബെഡ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇത് അപ്പാരറ്റസിൽ വെച്ചിട്ട് എയർ നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then pressure drop across the bed is calculated by manometer. Then pressure drop നമ്മൾ മാനോമീറ്റർ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. Then നമ്മൾ താഴെ പറഞ്ഞ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് ദി പാർട്ടിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എയർ പെർമെബിലിറ്റി ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഇക്വേഷൻ, സ്പെസിഫിക് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇതിൽ K കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അനദർ ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പറയാം. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെൻറ്റ്. കൺസിസ്റ്റൻസി റെഫേഴ്സ് ടു ദ റിലേറ്റീവ് മൊബിലിറ്റി ഓഫ് എ ഫ്രഷ്ലി മിക്സ്ഡ് സിമെൻറ്റ് പേസ്റ്റ് ഓർ മോട്ടർ ഓർ ഇറ്റ്സ് എബിലിറ്റി ടു ഫ്ലോ. അതായത് സിമെൻറ്റ് പേസ്റ്റിൻ്റെ
ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ വാട്ടർ കണ്ടന്റ് which will permit a wicket plunger having 10 mm diameter and 50 mm length to penetrate to a depth of 33 to 35 mm from top of the mold. അതായത് നമുക്ക് ഇതാണ് വിക്കറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തതാണ്, ഡീറ്റെയിൽ പറയേണ്ട കാര്യമില്ല. അപ്പം വിക്കറ്റ് അപ്പാരറ്റസിൽ എന്തുണ്ടാവും? വിക്കറ്റ് പ്ലഞ്ചർ ഉണ്ടാവും. അപ്പോൾ ആ പ്ലഞ്ചറിന് 33 to 35 സിമെൻറ്റിൻ്റെ ടോപ്പിൽ നിന്നും മുകളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ട ആ ഒരു വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. Then take about 500 grams of cement and make a paste with calculated amount of water, say 24%. അതായത് ഒരു 500 grams of cement എടുത്തിട്ട് നമ്മൾ സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കും. ആവശ്യമായ വാട്ടർ ഉപയോഗിച്ചിട്ട് നിയർലി 24% വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കും? സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന മോൾഡാണ് വിക്കറ്റ് അപ്പാരറ്റസിൻ്റെ മോൾഡ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ആ സിമെൻറ്റ് പേസ്റ്റ് നല്ല ഫില്ല് ചെയ്തിട്ട് ടോപ്പൊക്കെ എന്ത് ചെയ്യും? ഫ്ലാറ്റാക്കി ഫില്ല് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി അത് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 3 to 5 മിനിറ്റ്സ് നമ്മൾ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കംപ്ലീറ്റ്ലി എയർ ബബിൾസ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ വിക്കറ്റ് അപ്പാരറ്റസിൻ്റെ ഇതാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. പ്ലഞ്ചർ ഇതിൻ്റെ ടോപ്പിൽ ടച്ച് ചെയ്തിട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് പെനിട്രേറ്റ് ചെയ്യും? ഒരു 33 to 35 mm ഫ്രം ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് 33 to 35 പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ട അത്ര വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി പറയുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ സെറ്റിംഗ് ടൈമാണ്. അപ്പോൾ സെറ്റിംഗ് ടൈമും എന്താണ്? ഇതേ അപ്പാരറ്റസിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യും? ഈ പ്ലഞ്ചറിൻ്റെ സ്ഥാനത്ത് നമ്മൾ അവിടെ എന്ത് കൊടുക്കും? അവിടെ നീഡിൽ വെച്ചിട്ടായിരിക്കും സെറ്റിംഗ് ടൈം ചെയ്യുന്നത്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഈസ് ദ ടൈം എലാപ്സ്ഡ് ബിറ്റ്വീൻ ദ moment that water is added to the cement to the time that the paste start losing its plasticity. അതായത് സെറ്റിംഗ് ടൈമിൽ 2 ടെസ്റ്റുകളുണ്ട്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈമും. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ദ വാട്ടർ ആഡഡ് ടു ദ സിമെൻറ്റ് ടു ദ ടൈം ദാറ്റ് ദ പേസ്റ്റ് സ്റ്റാർട്ട് ലോസിങ് ഇറ്റ് പ്ലാസ്റ്റിസിറ്റി. അതായത് സിമെൻറ്റിലോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്ന ടൈം മുതൽ സിമെൻറ്റ് അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്യാൻ തുടങ്ങുന്ന, നഷ്ടപ്പെടാൻ തുടങ്ങുന്ന ആ ടൈം വരെയുള്ള ആ ഒരു സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എലാപ്സ്ഡ് ബിറ്റ്വീൻ ദ മൊമെൻറ്റ് വാട്ടർ ഈസ് ആഡഡ് ടു ദ സിമെൻറ്റ് ടു ദ പേസ്റ്റ് ഹാസ് കംപ്ലീറ്റ്ലി ലോസ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി. അതായത് സിമെൻറ്റിലോട്ട് വാട്ടർ ആഡ് ചെയ്തത് മുതൽ കംപ്ലീറ്റ്ലി ആയിട്ട് പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ വരെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ദെൻ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഫോർ സിമെൻറ്റ് ഷുഡ് ബി എ മിനിമം ഓഫ് 30 മിനിറ്റ്. അതായത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മിനിമം 30 മിനിറ്റ് എങ്കിലും ഉണ്ടാവണം, അതിൽ കുറയാൻ പാടില്ല. ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ടൈം ഫോർ മിക്സിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്. ദെൻ ദ ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് ബി മാക്സിമം ഓഫ് 10 hours. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മാക്സിമം 10 hour എങ്കിലും ആയിരിക്കണം. ഓക്കെ, ഇതാണ് വിക്കറ്റ് അപ്പാരറ്റസ്. ഇത് നിങ്ങൾ ചെയ്തതാണ്, ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ നമുക്ക് അടുത്ത ടെസ്റ്റുകൾ ഡിസ്കസ് ചെയ്യാം. അടുത്തത് സ്ട്രെങ്ത് ടെസ്റ്റൊക്കെയാണ് വരുന്നത്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈം. നിങ്ങൾ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ചെയ്യാത്ത ടെസ്റ്റുകൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം.